കേരള രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹവും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വരുമ്പോഴും കലാരംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ച ശ്രീ ചെമ്പഴന്യാനിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ ഹാർദവത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കല്ലേം സുഖു നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം നമ്മളോടൊപ്പം നിന്ന് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം സഹകരിച്ച് നിന്ന് ചെയ്യുന്ന ശ്രീ കല്ലേം സുഖു അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികളും എല്ലാവരുടെയും പേരെടുത്ത് പറയാനുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്ന് പോലും നമ്മുടെ കലയോടുള്ള സ്നേഹം കൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ അരുൾ പ്രഭാകർ സാർ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്. അതോടൊപ്പം തന്നെ ഒരു വൈദിക ശ്രേഷ്ഠനാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കലാകാരന്മാർ ധാരാളമുണ്ട്. പേരെടുത്ത് പറയാനുള്ള കലാകാരന്മാരാണ് ഇവിടെയുള്ളത്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെയുള്ള കലാകാരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ മാധ്യമ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്യുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകരാണ്. കലാരംഗത്ത് വിജയപരാജയങ്ങളെ അളക്കുന്നതും അതിനെ ഏത് രീതിയിൽ നിലനിർത്തണം, ഏത് രീതിയിൽ തരം താഴ്ത്തണം, ഏത് രീതിയിൽ ഉന്നതിയിൽ എത്തിക്കണം, ഏത് രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി വളരെ കാര്യഗൗരവമായി എടുത്ത് നീങ്ങുന്ന ഒരു സംഭവമാണ് ചാനലുകൾ, പ്രത്യേകിച്ച് മീഡിയാസ്. അവരെല്ലാം വളരെ ഹാർദവത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൽ അഭിനയിച്ച കലാകാരന്മാരും കലാകാരികളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഈ വേദിയിലേക്ക് വളരെ കൃത്യതയോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ട് വാക്ക് ഈ സിനിമയെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ഈ സംസ്ഥാനത്ത് സിനിമ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടറിയാം. അതിൻ്റെ അപാകതകളെ കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെ കുറിച്ചും എല്ലാം നമുക്കറിയാം. 100 പടങ്ങളോ അല്ലെങ്കിൽ 500 പടങ്ങളോ ഓരോ വർഷം റിലീസിന് വേണ്ടി തയ്യാറാവുകയും ഷൂട്ട് നടക്കുകയും ചെയ്യുമ്പോൾ അതിൽ കൂടിപ്പോയാൽ ഒരു 100 അല്ലെങ്കിൽ 150 പരം പടങ്ങൾ മാത്രമേ പുറത്തു വരാറുള്ളൂ. നമ്മുടെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം TS അരങ്കിലാടി എന്ന ഈ ഡയറക്ടറിനെ സംബന്ധിച്ചോളം 4 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യമായി ചെയ്തത് മരപ്പാവ. വളരെയേറെ കയ്യിൽ നിൽക്കുന്നതിനേക്കാൾ അപ്പുറം അവാർഡുകൾ വാരിക്കിട്ടിയ ഒരു മരപ്പാവ എന്ന സിനിമ ആദ്യം അദ്ദേഹത്തെ എൻട്രിയാണ്. അതിനുശേഷം കൊറോണ സമയത്ത് റിലീസ് ചെയ്ത പടമുണ്ട് ഗോസ്റ്റ് ഇൻ ബത്ലഹേം. അതൊരു കൊമേഴ്സ്യൽ മൂവിയായിരുന്നു. അത് ഭാഗ്യവശാൽ കൊറോണ നമ്മളെല്ലാം ബാധിച്ചതുപോലെ തന്നെ ആ ചലച്ചിത്രത്തെ ഒരു പരിധിവരെ അത് ബാധിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഞാനും ശ്രീ TS അരങ്കിലാടിയുമായി അടുത്ത പ്രോജക്റ്റിലേക്ക് കടക്കുന്നത്. ലൂട്ടോ ആൻഡ് മോനായി എന്നൊരു ചെറിയ മൂവി ചെയ്തു, അവാർഡിന് വേണ്ടി ചെയ്തു. ധാരാളം അവാർഡുകൾ അതിന് ലഭിക്കുകയുണ്ടായി. ആ ഒരു അവാർഡ് ലഭ്യതയും അതുപോലെ തന്നെ അതിലുണ്ടായ ഉത്തേജനവും അതിലുണ്ടായ പ്രോത്സാഹനം തന്നെയാണ് വീണ്ടും ഒരു പ്രോജക്റ്റിലേക്ക് ഞങ്ങളെ നയിച്ചത്. വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഈ പ്രോജക്റ്റിലേക്ക് ഇറങ്ങിയെങ്കിലും ഇപ്പോൾ റിലീസിന് വേണ്ടി വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായി ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് 1-2 മണിക്കൂർ പോയി ഇരുന്ന് കാണാം. അതിനെക്കുറിച്ച് പോസിറ്റീവായ അഭിപ്രായം പറയാം, നെഗറ്റീവായ അഭിപ്രായം പറയാം. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വ്യത്യസ്തകൾ നിറഞ്ഞതാണ്. നമ്മുടെ സിനിമാ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, സിനിമാ ലോകത്ത് എന്തൊക്കെ ഉടായ്പകൾ നടക്കുന്നു, എന്തൊക്കെ ചീറ്റിങ്ങൾ നടക്കുന്നു, ആരൊക്കെ സിനിമയുടെ പുറകെ പോകുന്നു, എന്നിട്ട് വഴിതെറ്റി എവിടെ പോകുന്നു, അത് ഏത് ശരിയായ രംഗത്ത് എവിടെ എത്തുന്നു എന്നെക്കുറിച്ചുള്ള നേർക്കാഴ്ച ഹാസ്യരൂപയാണെങ്കിൽ പോലും അത് വളരെ വ്യക്തമായി ഈ ചലച്ചിത്രം പറയുന്നുണ്ട്. അതിലേക്കുള്ള ഒരു പ്രൊമോഷൻ വീഡിയോയും ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ചലച്ചിത്രം റിലീസാകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം നമ്മളൊരു ചെറിയ തുടക്കത്തിൽ നിന്ന് ആരംഭിച്ച് വൻ മലയിലേക്ക് എത്തിച്ചേരുക എന്നുള്ള പ്രതീക്ഷയോടുകൂടി വൻ തിമിംഗലങ്ങളോടൊപ്പം തന്നെ നെത്തോലിമീനുകളും ആ രംഗത്തെത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതിന് ഒരു പ്രത്യേക ഉദാഹരണമാണ് നമ്മുടെ ഈ സ്റ്റാർട്ട് ആക്ഷൻ സ്റ്റോറി എന്ന സിനിമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഇതിൻ്റെ ടൈറ്റിൽ ലോഞ്ചിങ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പാലോട് രവി സാർ അവരെ ക്ഷണിക്കുന്നു. ടൈറ്റിൽ ലോഞ്ചിങ്ങും അതോടൊപ്പം തന്നെ ട്രailer ലോഞ്ചിങ് ചെയ്യുന്നതിന് വേണ്ടി. വീഡിയോയിൽ കാണാവുന്നതാണ്.
കാരണം ഇതൊരു പ്രസംഗവേദിയല്ല എന്ന് ഞാൻ ആരംഭത്തിലേ പറയുന്നത്. ഇതൊരു പ്രസംഗവേദിയല്ല. നമ്മുടെ മലയാള ഭാഷ ഇങ്ങനെ കാലത്തിലൂടെ കടന്നു പോവുകയാണ്. അതിൽ കുറേ പതിറ്റാണ്ടുകൾ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഈ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി കാൽപ്പാടുകൾ നമുക്ക് നമ്മുടെ ഈ മാതൃഭാഷ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ കാൽപ്പാടുകൾ ഏൽപ്പിച്ചത് സാഹിത്യമാണ്. ആ സാഹിത്യത്തിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായി കാണാൻ കഴിയുന്നത് അറിവും അനുഭവവും തമ്മിലുള്ള ആ കൂടിച്ചേരുക. സാധാരണ അറിവ് മാത്രം ഉണ്ടായിട്ടൊരു കാര്യമില്ല. ആ അറിവ് അനുഭവമായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ഗൗരവമായി അത് ബാധിക്കുന്നത് എന്ന് എത്രയോ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാൻ സിനിമകളെ പലപ്പോഴും ഞാനൊരിക്കൽ കുറേ കാലം ബാംഗ്ലൂരിലും തിരുവനന്തപുരത്തും ഇതിൻ്റെ സ്ക്രീനിങ്ങിലുണ്ടായിരുന്നു, സെൻസർ ബോർഡിലുണ്ടായിരുന്നു. എനിക്ക് നിരവധി ചിത്രങ്ങൾ കാണാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ അറിവും അനുഭവങ്ങളും തമ്മിലുള്ള ഒരു നേർചിത്രമായി നമുക്ക് പലപ്പോഴും സിനിമയെ വിലയിരുത്താൻ കഴിയും. ഇന്നലത്തെ അവാർഡ് ദാനം ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചത് ഞങ്ങളെ പലരെയുമാണ്. കാരണം കുട്ടികളുടെ സിനിമ ഇല്ല എന്നൊരു പ്രഖ്യാപനം. പ്രത്യേകിച്ചും നമ്മുടെ ഈ മലയാള നാട്ടിൽ നിന്നുണ്ട് കുട്ടികളുടെ സിനിമ ഇത്രയും നമുക്കറിയാം. നമ്മുടെ ഈ മേഖലയിൽ അതിശക്തമായ മുന്നേറ്റം നടത്തിയിട്ടുള്ളതാണ് നമ്മുടെ കുട്ടികൾ. നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ജയകുമാർ കുട്ടികളൊരു ചിത്രവുമായി തുടങ്ങുന്നതിനെ കുറിച്ച് ആദ്യമായി ആലോചിക്കുന്നത് എന്നോടാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചവരാ. ഞങ്ങളുടെയൊക്കെ ആ പ്രദേശത്ത് വെച്ച് തന്നെയായിരുന്നു എൻ്റെ ചിത്രീകരണം. അപ്പൊ കേരളം പോലെ ഒരു സ്റ്റേറ്റിൽ പോലും കുട്ടികളുടെ ചിത്രമില്ല. കുട്ടികൾക്ക് ഒരു ചെറിയ സമ്മാനം കൊടുക്കാനുള്ള, ഒരു അംഗീകാരം കൊടുക്കാനുള്ള അവസരമില്ല എന്ന് നമുക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നത് വളരെ വളരെ നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇതാരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. അപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി അനുഭവങ്ങൾ. ഇത് ലഭ്യണി ചൂണ്ടിക്കാണിച്ചതും പറഞ്ഞു ഇതിന്റെ തെറ്റായ വശങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ശരിയാണ്, നല്ല പ്രവണതകളും നല്ലതല്ലാത്ത പ്രവണതകളും എല്ലാ മേഖലയിലും കാണാം. അത് നല്ല പ്രവണതകളല്ല എന്ന ആളുകളെ അനുഭവത്തിലൂടെ അറിയിക്കുന്ന ഒരു ഫിലിം എന്നൊക്കെ പറയുന്നത് ചെറിയ പരീക്ഷണമാണ്. എല്ലാ പരീക്ഷണ സിനിമകളും നിങ്ങൾ ലോക സിനിമാ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ആരംഭം മുതലുള്ള സിനിമാ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സിനിമയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചാൽ നമുക്കറിയാം പരീക്ഷണ സിനിമകളെല്ലാം കാൽപ്പാടുകളായിരുന്നു. ഏത് സിനിമ എടുത്തു നോക്കിയാലും. അപ്പൊ അതിൻ്റെ ഒരു തുടക്കമായിട്ട് കൂടി ഞാൻ ഈ സിനിമയെ കാണുകയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ടാണ് ഏറ്റവും അടുത്ത ബന്ധം. ഞാൻ ആ 91 MLA ആവുമ്പോഴും 96 MLA ആവുമ്പോഴും അതിനുശേഷം MLA ആവുമ്പോഴും ഒക്കെ എന്നോടൊപ്പം ഒരു കൊച്ചുകുട്ടിയെ പോലെ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. ഈ സംരംഭത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്നപ്പോൾ ആദ്യം അത് സ്വിച്ച് ഓൺ ചെയ്യാനുള്ള ഒരു ഭാഗ്യവും എനിക്കാണ് തന്നത്. അതിൽ ഞാൻ ആദ്യമായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ അതിൽ ചെറിയ ബാബു എന്ന് പറഞ്ഞ് എന്നോട് എനിക്കിതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ളൊരു അവസരവും അന്ന് എനിക്കുണ്ടായി. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞതുപോലെ അറിവിലൂടെ ആ അറിവ് അനുഭവങ്ങളാക്കി ആ അനുഭവങ്ങൾ നമ്മുടെ നാടിന് സമ്മാനം ചെയ്യുന്ന വേദികളായി നമ്മുടെ സിനിമകൾ മാറണം എന്നാഗ്രഹിക്കുന്ന തലമുറയിൽപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ. വളരെ 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 നന്മകൾ നേർന്നുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് വളരെ വിനീതനായി ഞാൻ ഉദ്ഘാടനം ചെയ്തു.
ശ്രീ പന്നിൻ്റെ വിതര സഹോദരൻ സംസാരിക്കുന്നു. എൻ്റെ സുഹൃത്ത് ശ്രീ പാലോഷി, വേദിയിലുള്ള എല്ലാവരെയും പേര് പറയുമ്പോൾ നിങ്ങളുടെ പേരും പറയും. അത്ര സമ്പന്നമായ സദസ്സാണ് ഈ പ്രസ് ക്ലബ്ബ്. ഒരുപാട് ചർച്ചകളുടെയും സംസാരങ്ങളുടെയും വേദിയാണ്. ഇവിടെ വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ വരുന്നത്. ഒരു സിനിമ ജനിക്കുന്നു. നമ്മളെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാല് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആഹ്ലാദമുണ്ട്. ആ കുഞ്ഞിക്കാല് കാണുന്നതിന് നമുക്ക് സങ്കല്പമുണ്ടായി, ഇത് ആണായിരിക്കണം, ഇത് പെണ്ണായിരിക്കണം എന്നൊക്കെ. ആ സങ്കല്പങ്ങൾ പോലെ നമുക്ക് ഈ സിനിമ ഏറ്റവും മികച്ചതായിരിക്കണം എന്നൊരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട്. വിശ്വപ്രസിദ്ധനായ ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റ് അടുത്ത കാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇടയ്ക്ക് ഞാൻ പറഞ്ഞേക്കാം. അദ്ദേഹം പറഞ്ഞത്, കുടുംബകലഹത്തിന് പ്രധാനപ്പെട്ട കാരണം, ഈ ഡൈവോഴ്സിന് വലിയ കാരണം വരുന്നത് ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോഴാണ്. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെല്ലാം ഈ കുഞ്ഞിനെ കാണാൻ പോകും. കണ്ടവരപ്പം ഡയലോഗ് ഫിറ്റ് ചെയ്യും. കുഞ്ഞ് അച്ഛനെ പോലുണ്ട്, കുഞ്ഞ് അമ്മയെ പോലുണ്ട്. ചിലർ പറയും കുഞ്ഞ് ഏതുപോലെയാ. അവിടെയാണ് കുടുംബകലഹം ആരംഭിക്കുന്നത്. ജർമ്മൻ സയൻറ്റിസ്റ്റ്, അദ്ദേഹം സൈക്യാട്രിസ്റ്റ് കൂടി, അദ്ദേഹം എഴുതിയ പുതിയ പുസ്തകം. അദ്ദേഹം അതിലൊരു നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണം പറയുന്നു. അത് വിവരക്കേടിൻ്റെ ഒരു ഭാഗമാണ്. കുഞ്ഞ് ജനിക്കുന്നത് അച്ഛൻ്റെയും അമ്മേൻ്റെയും പകർപ്പാവനല്ല. ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് കാരണമാവുന്നത് ഭാര്യാഭർത്താക്കന്മാർ ഒരുപാട് തവണ ഒരുമിച്ച് ചേരുന്നുണ്ട്. അതിലൊരിക്കൽ മാത്രമേ അത് ഷൂട്ടാകൂ. ആ സമയത്ത് പെണ്ണിൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് അതാണ് കുഞ്ഞായി വരിക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഒരു സിനിമ കാണാൻ പോയി, പുലിമുരുകൻ. അന്ന് രാത്രിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിലെ കുട്ടിയുടെ തുടക്കം. കുഞ്ഞു പുലിമുരുകനായി. അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം അതിന് ഉദാഹരണം പറയുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച മഹാഭാരതം എന്ന് പറയുന്ന മഹാകാവ്യം, അതിൽ ധൃതരാഷ്ട്രവും പാണ്ഡവുമുണ്ട്. ധൃതരാഷ്ട്രം എന്ന് പറയുന്ന ആള് നിങ്ങൾക്കറിയാലോ, കണ്ണു കാണാത്ത. പാണ്ഡു എന്ന് പറഞ്ഞാൽ ശരീരം പാണ്ഡ. എന്താ ധൃതരാഷ്ട്രവും പാണ്ഡു ഉണ്ടാകാൻ കാരണം? ആ ജർമ്മൻ സയൻറ്റിസ്റ്റ് പഠിച്ചിട്ട് നമ്മളോട് പറയാ, നമ്മൾ പലരും വായിച്ചു നോക്കില്ലല്ലോ. ശന്തനു മഹാരാജാവിന് മക്കളുണ്ടായിരുന്നു. 2 ആമക്കള് മരിച്ചുപോയി. 2 ആമക്കൾ, ഒരാൾ ദ്വന്ദ്വയുദ്ധത്തിൽ, ഒരാൾ പകർച്ചവ്യാധിയിൽ മരിച്ചു. അപ്പൊ കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ ആളില്ല. അംബിക, അംബാലിക, ലോകൈക സുന്ദരിമാർ 2 പേര്. അപ്പോഴാണ് സാക്ഷാൽ പരാശരമൂർച്ചയ്ക്ക് കടത്ത് വഞ്ചിയിൽ വെച്ചുണ്ടായ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ പേര് കൃഷ്ണ ദൈവായനൻ, ദ്വീപുകാരനായ കറുത്തവൻ. അവനെയാണ് അമ്മ വിളിക്കുന്നത്, മോനെ വാ, സന്താനം വേണം, അല്ലെങ്കിൽ രാജ്യം അപകടത്തിലാണ്, ഭരിക്കാൻ ആളില്ല. ഒരാളുണ്ട്, അയാൾ ശബദം കൊണ്ട് ഭീഷ്മരായി. എന്താ ചെയ്യുക? മകൻ വന്നു. ഇവൻ വന്നപ്പം അംബിക ഇവനെ കണ്ടപ്പോൾ ഇവളാകെ ഞെട്ടി വിഷമിച്ചു. എന്ത് ചെയ്യാൻ? ഇപ്പം യോഗമല്ലേ, ഇതിൽ പോയി കിടക്കാതിരിക്കാൻ പറ്റൂലല്ലോ. നീ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് കണ്ണും ചൂപ്പിക്കിടന്നു. അതിലുണ്ടായതാണ് കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രം. 2ാമത്തെ പെണ്ണിനെടുത്ത് പോയപ്പോൾ അംബാലികയെടുത്ത് പോയപ്പോൾ അവള് ഇവനെ കണ്ടപ്പോൾ ഞെട്ടി വിളറി വെളുത്തുപോയി. അതിലുള്ളത് പാണ്ഡു. 3ാമത്തെ ഒരു കേസ് കൂടി ഉണ്ട്. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്കറിയോ, അവിടെ ഒരു കുഞ്ഞു കൂടി ജനിച്ചു. അത് പരിചാരികക്ക് ഈ 2 കൃത്യങ്ങളും ഒളിച്ചിരുന്ന കണ്ട പരിചാരികക്ക് അവനെ എനിക്ക് വേണമെന്നൊരു തോന്നലുണ്ടായി.
അതിലുണ്ടായതാണ് വിതുരർ എന്ന് പറയുന്ന കഥാപാത്രം, ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ കുടുംബ കലഹത്തിന്റെ പ്രധാന കാരണം ഇതാണ്, ഇത് വിവരക്കേടാണ് എന്ന് പറയുന്നത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. ഈ സിനിമ ഇപ്പൊ കണ്ടാൽ ആളുകൾ ഡയലോഗ് ചെയ്യും, അതൊന്നിനെ കൊള്ളില്ല, ആ കഥാപാത്രം കൊള്ളില്ല, ഞാൻ അനുഭവിച്ച സിനിമയിൽ അഭിനയിച്ച പാലോണ്ടറിയില്ല. ഞാനൊരു മുഴുനീള ചിത്രത്തിലുണ്ടായിരുന്നു, ആശംസകളുടെ അന്ന. എൻ്റെ ജീവിതത്തിൽ ആദ്യം പുറത്തു വന്ന സിനിമയാണ്. 90% പുറത്തു വന്നിട്ടില്ല, ദൈവത്തിൻ്റെ പാട്. ആ സിനിമയിൽ ഞാൻ കോളേജ് പ്രിൻസിപ്പളാണ്. ഞാൻ കോളേജിൻ്റെ അയലത്തുകൂടി പോകാത്ത ആളാണ്, പക്ഷേ കോളേജ് പ്രിൻസിപ്പളാണ്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ്. അവൻ്റെ ജീവിതത്തെ, അവൻ്റെ പരിസരബോധത്തെ, അവൻ്റെ പെരുമാറ്റത്തെ എല്ലാം സ്വാധീനിക്കുന്നതാണ്. കാരണം പരസ്പര ബഹുമാനമാണല്ലോ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പ്രധാനം. നമ്മളെല്ലാവരും ഏത് തരക്കാരെന്നല്ല, പക്ഷെ മനുഷ്യനാണ്. ഓരോരുത്തർക്കും വ്യക്തിത്വമുണ്ട്. ഞാൻ പാലോടോട് പറയായിരുന്നു, ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാരല്ലേ, രാഷ്ട്രീയക്കാർ പരസ്പരം പെരുമാറുന്നത് എങ്ങനെയാണ്? ടി വി കാണുന്ന ആളുകൾ പറയുന്നത് എത്ര മ്ലേച്ഛമായിട്ടാണ് പെരുമാറ്റം, മ്ലേച്ഛമായില്ലേ പെരുമാറ്റം. വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് എവിടെ രാഷ്ട്രീയ തടസ്സമാവും? അതുകൊണ്ട് സിനിമ, മലയാള സിനിമ, മലയാളിയുടെ മനസ്സും അവൻ്റെ ചിന്തകളും എല്ലാം വളർത്തിയെടുക്കാൻ പ്രധാനമായിരുന്നു. ഞാൻ ആദ്യമായി കണ്ട സിനിമ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട്, സാക്ഷാൽ നീലക്കുയില. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൊക്കിയ സുന്ദരി, ഒരു ഞറക്ക് പെണ്ണ് കെട്ടിനെ കുറിയെടുക്കുമ്പോൾ ഒരു ഞറക്ക് ചിറക്കണേ. അന്ന് നമ്മൾ ചെറുപ്പക്കാരൊക്കെ പറയുന്നത് ഒരു പെൺകുട്ടിയെ കണ്ടാല ഒരു ഞറക്ക്. അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു അനുഭവ സാക്ഷ്യമായിരുന്നു. എന്നാൽ ഇപ്പോഴെന്താ? ഇപ്പോഴത്തെ നമ്മളിപ്പോൾ നോക്കുക, ഇപ്പോൾ കുട്ടികൾ പാട്ട് പാടുന്നെന്താ? അയ്യോ, രമണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ഈ ഭുവനേന്ദ്രൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇയാളെല്ലാം സൂക്ഷിച്ച് കേൾക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ രമണിലൊരു വാക്കുണ്ട്, ഇന്നാ വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകും എന്ന് പറയുന്നില്ലേ. അപ്പോൾ എന്താ പറയുന്നത്? നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്ന് വേണ്ട ഓമലാതെ. നമ്മൾ ഇപ്പോഴത്തെ പുതിയ കാലത്ത് എന്താ പറയുക? നിന്നെ ഞാൻ ഇപ്പോഴേ കൊണ്ടുപോകാം, ഇന്നോ വിളിച്ചു വരാം ഓമലാതെ. നാട്ടിൽ മാറ്റാം, കാലത്തിന് മാറ്റാം. ആ മാറ്റത്തിൽ ഞാൻ തെറ്റ് പറയുന്നില്ല, കാരണം സമൂഹത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റം തെറ്റ് ചെയ്യാൻ പറയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യ ജീവിതത്തിന് ചില അതിർത്തികളുണ്ട്, ലക്ഷ്യരേഖകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ലംഘിക്കരുത് എന്നൊരു ബോധം നമ്മളെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചതാണ്. ആ പഠിപ്പിച്ചാൽ നമ്മളിപ്പോൾ പെരുമാറുന്നത്. ഞാനിപ്പോൾ ലക്ഷത്തിലധികം ആളുകളെ ഒരുമിച്ച് സെൽഫി എടുത്തിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികൾ, എത്രയോ പുരുഷന്മാർ എല്ലാം സെൽഫി എടുത്തിട്ടുണ്ട്. ഇതുവരെ എൻ്റെ പേരിൽ അങ്ങനെ ഒരു സെൽഫി എടുത്തിട്ട് കുടുങ്ങി എന്ന് പറയുന്നില്ല. ഒരു പോലീസ് ഓഫീസർ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഏതെങ്കിലും ഒരു കള്ളനോ കൊള്ളക്കാരനോ ആയാലോ. ഞാൻ പറഞ്ഞു, സെൽഫി എടുക്കാൻ ഒരാൾ വന്ന് ആവശ്യപ്പെട്ട് വന്നാൽ അയാളോട് നമുക്ക് പറയാൻ പറ്റുമോ ആ പോലീസ് ചേർന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോ? അങ്ങനെയല്ല. ഒരാൾ സെൽഫി എടുക്കാൻ വരുന്നത് നമ്മളെ വലിപ്പം കൊണ്ടാണ് അല്ലല്ലോ. അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നത്. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മമാണ്, ധർമ്മമാണ്, അതാണ് നമ്മളെ ജനങ്ങൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഇതുവരെ അപകടമൊന്നും പറ്റിയിട്ടില്ല, അങ്ങനെ പറ്റാതെ ഇടയെടുത്തില്ല. ഏത് പെൺകുട്ടികൾക്കും എൻ്റെ അടുത്ത് വരാം, നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുമ്പോൾ കൈ നോക്കിയാൽ മതി, ഞാൻ മിക്കവാറും കൈ ഇങ്ങനെ കിട്ടും. കാരണം എന്താ? അത് ശ്രദ്ധിക്കേണ്ട ഒരു കൈ. ഈ കൈയാണ് പലപ്പോഴും അപകടകാരിയായി വരുന്നത്. നമ്മളറിയാതെ ആ കൈ പലയിടത്ത് ചലിച്ചു പോകും. ആ ചലിച്ചു പോകാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്തായാലും ഈ സിനിമ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരാത്മാർത്ഥമായി ആഗ്രഹിച്ച് ഒരുപാട് പ്രയത്നം ഉണ്ടാക്കിയ സിനിമയാണ്. ഇത് പണക്കാർ വന്ന് ഉണ്ടാക്കുന്ന സിനിമയല്ല. ആ ചെറുപ്പക്കാരിൽ ഒരുപാട് ആഗ്രഹം മനസ്സിലുണ്ടാവും. ആ ചെറുപ്പക്കാരുടെ ആഗ്രഹവും ഈ സിനിമയും തമ്മിൽ നല്ല ബന്ധമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞ ആ സിനിമ ആദ്യം കണ്ടിട്ടില്ല, കണ്ടെങ്കിലേ പറയാൻ കഴിയും. എന്തായാലും നമ്മുടെ നാട്ടിലെ മലയാള സിനിമാ രംഗത്ത് ഒരുപാട് തർക്കങ്ങളെല്ലാം ഉള്ള ഒരു കാലത്ത് ഇപ്പം അവാർഡ് വന്നാത്തൊരു തർക്കമാണ്. ഈ അവാർഡിനെ കുറിച്ച് ചില ആളുകൾ പറയുന്ന പേവാർഡാണ്, ഇങ്ങനെയും തർക്കാം. ആ പേവാർഡൊന്നും പെടാത്ത ഒരാളാ പാലോട് രവി എന്ന് എനിക്ക് തോന്നുന്നു. പാലോട് രവി തന്നെ ആയതുകൊണ്ട് അയാൾ പാലോടാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല.
എന്നാ തോന്നുന്നത്. എന്തായാലും ഈ സിനിമ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ അനുഭൂതി സൃഷ്ടിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരെയും ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനം ഒരു നല്ല വിജയമാകുമ്പം നമ്മൾ അതിൽ കൂടിയുണ്ടാവും. നമുക്ക് പൈസ തരാനില്ല, പക്ഷെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അത് നമ്മുടെ കടമയാണ്. നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നാട്ടിലെ കടമയാണ്. അതും അനന്തപുരിയാണ്. അനന്തപുരപ്പരാവിന്റെ നാടായി ഈ നാട്. ഇപ്പം ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ മോട്ടിക്കാൻ നല്ല സമയമാണ്. എന്തും മോട്ടിക്കാലും അയ്യപ്പന്റെ സാധനങ്ങളെല്ലാം മോട്ടിച്ചുകൊണ്ടാൽ ഈ നാട്ടിൽ ധൈര്യമുണ്ടായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ ഈ അനന്തപുരിയിൽ അതുകൊണ്ട് മോട്ടാക്കളൊന്നും ഉണ്ടാവില്ല. ഈ നാട് എല്ലാം ശ്രദ്ധിക്കുന്ന നാടാണ്. അതുകൊണ്ട് ഈ സിനിമ ഒരു മഹാസംഭവമാകട്ടെ. അതിന് എല്ലാ തരത്തിലും കൂടി ഉണ്ടായിരിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ രമേശ് ചെന്നിത്തല സാർ ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം ഒരു വാട്സപ്പ് വീഡിയോ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ വായിച്ചാണ് അത് ഇപ്പോൾ പ്ലേ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി. അടിയന്തരമായ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് എത്താൻ കഴിഞ്ഞില്ല. ഈ ഫിലിം നന്നായിട്ടുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടായി ശ്രമിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആശംസകൾ. നമസ്കാരം. ജയ്. വെറുതെ ഇരിക്കുകയാണ്. എന്തിനാ നമ്മുടെ പ്രശസ്തനായ ബ്ലോഗർ, നല്ലൊരു നടനും നല്ലൊരു ഫെമിലിയറായ കലാകാരനാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. മുകേഷ് എം നായർ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇങ്ങോട്ട് വരണം. ചെയർമാൻ ഞാൻ ആദ്യം മടിച്ചത്. ഞാൻ ആദ്യമായി സിനിമ കണ്ടത് തറയിൽ പോയിരുന്നു. ഇതിന്റെ ടൈറ്റിൽ ലോഞ്ചും അതിന്റെ ട്രയലർ റിലീസും ശ്രീ പാലൂർ രവി അദ്ദേഹം നിർവഹിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.
അടുത്ത ട്രെയിലർ ഉണ്ട്, അദ്ദേഹം തന്നെ അത് റിലീസ് ചെയ്യുന്നു. ബാക്കി കാണായിരുന്നു. എന്തിനാണ് ഈ അറിഞ്ഞൂടാത്ത പണിക്ക് പോണത്? ചെയ്യാൻ പറ്റാത്ത വേഷമാണ് ചിന്തിക്കുന്നത്. പിന്നെ നോക്കി കണ്ടോക്കെ നിന്നാ നമുക്ക് സിനിമയിൽ നന്നായിട്ട് വേഷമിടാം. മരമാക്കിനെ എവിടെ നിന്ന് കിട്ടിയെന്നറിയാം. മറ്റുണ്ടോന്നൊരു സംശയം. സാറിനോട് വർക്ക് ചെയ്യുന്നുള്ളത് എന്തിനു വലിയ ഭാഗ്യവറ്റിയെ കാണുന്നു. വലിയൊരു വേഷമുണ്ട്. വേലുണ്ടോ സാർ? തലമുണ്ട്. തലയുടെ പിമ്പാലത്തിൽ നിന്ന് മന്മത അവന്റെ നാടൻ പട്ടിയുടെ ഭാഗം മുറിച്ച് ഡോഫർമാരെന്ന് പറഞ്ഞ് വിറ്റു തുടങ്ങിയതാ എന്റെ പട്ടിക്കച്ചവടം. ഇത് പൊളിക്കും. പണം ഹിറ്റായ അടുത്ത ഒരു വീഡിയോ സോങ് ആണ്. എത്രയും പെട്ടെന്ന് സിനിമ ചെയ്തേ പറ്റൂ. ഇപ്പൊ തന്നെ 3 വർഷം കൊണ്ട് വെറുതെ ഇരിക്കുകയാണ്. എന്തിനാണ് ഈ അറിഞ്ഞൂടാത്ത പണിക്ക് പോണത്? ചെയ്യാൻ പറ്റാത്ത വേഷമാണ് ചിന്തിക്കുന്നത്. പിന്നെ നോക്കി കണ്ടോക്കെ നിന്നാ നമുക്ക് സിനിമയിൽ നന്നായിട്ട് വേഷമിടാം. മരമാക്കിനെ എവിടെ നിന്ന് കിട്ടിയെന്നറിയാം. മറ്റുണ്ടോന്നൊരു സംശയം. സാറിനോട് വർക്ക് ചെയ്യുന്നുള്ളത് എന്തിനു വലിയ ഭാഗ്യവറ്റിയെ കാണുന്നു. വലിയൊരു വേഷമുണ്ട്. വേലുണ്ടോ സാർ? തലമുണ്ട്. തലയുടെ പിമ്പാലത്തിൽ നിന്ന് മന്മത അവന്റെ നാടൻ പട്ടിയുടെ ഭാഗം മുറിച്ച് ഡോഫർമാരെന്ന് പറഞ്ഞ് വിറ്റു തുടങ്ങിയതാ എന്റെ പട്ടിക്കച്ചവടം. ഇത് പൊളിക്കും. പണം ഹിറ്റായ അടുത്ത വീഡിയോ സോങ് റിലീസിംഗ് ശ്രീ പന്നിൻ രവീന്ദ്ര സാർ ക്ഷണിക്കുന്നു. വീഡിയോ സോങ്
മലയാളം റീൽസിന് വേണ്ടി ശ്രീ മുകേഷ് എം നായർ നൽകുന്നു. ഈസി ആയിട്ടുള്ളത് നോക്കാം.